യോ ഇച്ചിരി മുമ്പ് ഇവിടെ എന്തൊരു തിരക്കായിരുന്നു അറിയാമോ? അയ്യോ ഇവിടുത്തെ ഗണപതി പോയി കഴിച്ച് ഇത്ര നേരം ഇവിടെ ഗണപതി ഉണ്ടായിരുന്നു. ഗണപതി അമ്പലം നമുക്ക് പോകുന്ന വഴി നോക്കാം. ചക്കുപ്പിക്കാണെങ്കിൽ നാളെ ഒരു ഉടുപ്പ് കൊണ്ടുപോകണം സ്കൂളിൽ. നമുക്ക് അത് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഗണപതി എല്ലാം ഉണ്ടായി കാണിക്കാമെന്ന് വെച്ചാണ്. പക്ഷേ നോക്കട്ടെ അല്ലേ മോ. നമ്മുടെ ചെറിയ നൈറ്റ് റൈഡ് പോയിട്ട് കുറേ നാളായി അല്ലേ മോ. അങ്ങനെ ഇത്ര ഭയങ്കര മഴയായിരുന്നു. തോന്നുന്നു അങ്ങോട്ടൊക്കെ ലൈറ്റ് ഇട്ടേക്കുന്നു മോ. അതുകൊണ്ട് അവിടെ തൊട്ട് ഫുള്ള് ലൈറ്റ്. ആ ഗണപതി അപ്പം നാളെ ആയിരിക്കും, ഇന്നായിരിക്കത്തില്ലല്ലേ? നാളെയോ മറ്റന്നാളോ. ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ? ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങേണ്ടി വരും. അടിപൊളി. അങ്ങ് വരെ ഉണ്ട്. എനിക്കൊന്ന് നമ്മുടെ മറ്റേ ലേക്കിന്റെ അവിടെ വരെ ഉണ്ട് പോകും. ഉണങ്ങിപ്പാ നമുക്കിപ്പോൾ പൂവും കൂടെ മേടിച്ചോണ്ട് പോയാലോ? അപ്പം നമുക്ക് നാളെ അത്തപ്പം ഇടാൻ കുറച്ച് പൂവും കൂടെ മേടിച്ചോണ്ട് പോകാം. കഴിച്ചു അതുകൊണ്ട് അവിടെ ഓറഞ്ചും വെള്ളയും ടോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിന് ഈ പ്രാവശ്യം അത്തപ്പം ഒന്നും നോക്കിയില്ലല്ലോ. ഡിസൈൻ ഏതാന്ന്? എത്ര ലൈറ്റ്, എല്ലായിടം ലൈറ്റ്. അതിന് മണ്ടയ്ക്ക് എന്ത് തോന്നുന്നു? ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം മണലക്കര കേട്ടോ. അങ്ങോട്ട് നോക്കി, അങ്ങോട്ടൊക്കെ വമ്പൻ പരിപാടിയോ. അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ മിന്നുന്ന ലൈറ്റ് കിട്ടും. ആ മരത്തേലൊക്കെ ഉണ്ട്. ചെക്കുപ്പിക്ക് ഉടുപ്പ് നോക്കാൻ വേണ്ടി വന്നിട്ട് ഉടുപ്പിൻ്റെ കടയൊന്നും കാണുന്നില്ലല്ലോ. ആശ്രയി കയറി നോക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം കണ്ടാണ് കൈ, അന്നേരം മേടിച്ചില്ല. ഇവരുടെ സ്കൂളുകാർ എന്താ പറയണ്ടേ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താ പറയാൻ വന്നത്. അത് തന്നെ. പൊളി നിങ്ങൾ കാണുന്നുണ്ട് കൈ. അമ്പോ പൊളി ഇടുക്കാറ്റ്. ഇവിടെ ഫുള്ളങ്ങ് ഉത്സവമായല്ലോ. ഇവിടെ ഒരു മുട്ട ഗണപതിയുണ്ട് ഇവിടെ കണ്ടോ ഗണപതി? ഇവിടെ വലിയൊരു ഗണപതി ഉണ്ട് കേട്ടോ. അതിൻ്റെയാണ് വമ്പം പരിപാടിയില്ലേ. ഇതിപ്പോ കൊണ്ടുപോകും. ഇച്ചിരി മുന്നോട്ട് പോയി നോക്കാൻ കഴിയും. ഞാൻ നാളെ തകർക്കുമായിരിക്കും. ഈ ലൈറ്റാണ് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ. ഈ പയ്യയുടെ ഇതുണ്ടോ ബിൽഡിങ്. ഇവിടെ ഫുൾ ആഘോഷമാക്കി കഴിയും. ഇപ്പം ഇങ്ങോട്ട് വന്നില്ല എന്നെ നഷ്ടമായിപ്പോയത്. ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. ഈ ഇടയ്ക്കത്തെ ഒരു ലൈറ്റ് ഓഫായി പോയില്ല പകുതി.
കയറി നോക്കണോ? ഇച്ചിരി മുന്നോട്ട് പോയിട്ട് വന്നാലോ? ഇവിടെയൊക്കെ കുറേ പൂവിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചക്കുപ്പിക്ക് ഒരു വെള്ള കളർ ഷർട്ടാണ് വേണ്ടത്. അവിടെ എന്നാ പിന്നെ ഓ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്ലാസ് നോക്കുന്നതേ നമ്മുടെ ക്യാമറ റെക്കോർഡിംഗ് ആണോ നോക്കിയതാ കേട്ടോ. ഒറ്റ സ്ട്രെച്ചിലാന്ന് വീഡിയോ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പോരും വന്നു. ഞാൻ ഇവിടെ ഗണപതിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വേണ്ട ഇതോ പോകുന്നില്ല ഗണപതി കണ്ടോ. നമ്മൾ ഈ പോകുന്നിടത്ത് നമ്മൾ ഇടയ്ക്ക് ചപ്പനം കൊണ്ട് കളിക്കാൻ പോകുന്ന ലേക്കില്ലേ, ആ ലേക്കിൻ്റെ ഓട്ടാന്ന് തോന്നുന്നത്. അവിടെ കൊണ്ട് ഒഴുക്കാൻ പോവാം. ഒഴുക്കാനല്ല, കൊണ്ട് മുക്കാനായിട്ട്. ഗോവിന്ദ അവിടെ കൊച്ചു ഗണപതി. ഓ, ഫ്രണ്ടിലൊക്കെ വേറെ ഗണപതി പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ് ഗായ്സ്. നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറയിലായിട്ടോ ഗണപതി. പെട്ടെന്ന് എടുക്കൂ. ചക്കുവും അമ്മൂസും പുറകിലുണ്ട്. ചക്കുപ്പ് ഭയങ്കര ഉറക്കമായിരുന്നു ഗായ്സ്. ചക്കനെ വിളിച്ചെടുപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ആരണ്ടോ കല്യാണം ഉണ്ടോ അപ്പോൾ രാത്രിയിൽ വന്നിട്ടൊക്കെ കണ്ടോ ഇവിടെ. സ്മിത വെട്ട് രാഹുൽ ചക്കുപ്പി ആരുടെ പേരാ നോക്കി എഴുതി വെച്ചേക്കും. ഇല്ലടാ, കല്യാണത്തിന് പോകുന്നവരെ കണ്ട കൈ. അയ്യോ, ഭയങ്കര ബ്ലോക്കായി പോയല്ലോ കൈ. അതിൻ്റെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നുണ്ടോ കുറേ പട്ടം. ഇത്രയും ബ്ലോക്കായി കിടക്കുക. അമ്മേ ശരിയാണ് കൈ. ഇവിടെ വേസ്റ്റ് എടുത്തോണ്ട് പോകുന്ന വണ്ടി എന്താ? അയ്യോ, അതിൻ്റെ അടി മൊത്തം വേസ്റ്റാണ്. അതൊക്കെ നാട്ടം. ഇവിടുത്തെ ഗണപതിയെ കൊണ്ടുപോയമ്മു. ഇവിടുത്തെ ഞാൻ ഇവിടുന്ന് അങ്ങ് വരെ ലൈറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഇടി നടന്ന കൈ കണ്ടോ. ഞാൻ മുമ്പേ ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ ഇങ്ങോട്ടല്ല, മറ്റേ ഫോർട്ടീസിൻ്റെ അതിലേ വന്നില്ലേ? അതിലേ വന്നപ്പോൾ ആ ഫ്ലൈ ഓവർ അടി വെച്ചിട്ട് ഒരു ടൊമാറ്റോക്കാരനെ ഒരു കൂടെ കൂട്ടിയിട്ട് മറിഞ്ഞടിച്ച് വീണു. ഇവിടെ ഒറ്റ ഗണപതി ഉണ്ട് അതിൻ്റെ കൈ. അപ്പോൾ ഒന്നിനെ കാണാൻ. ഇവിടെ ആയിരുന്നു വലിയ ഗണപതി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് പോയെന്ന് കേട്ടോ. ഈ ആലിൻ്റെ അവിടെ വലിയ ഗണപതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ, അതിനെ കൊണ്ടുപോയി. ആ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു അന്നേരം. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വന്ന വഴി തിരിച്ചു പോകുന്നത് എങ്ങനാ? ഭയങ്കര ബ്ലോക്കാണല്ലോ ദൈവമേ. അങ്ങനെ പോകുമ്പോൾ ഏത് വഴി? വേറെ വഴിയില്ലല്ലോ ഇവിടെ. കാർത്ത വഴി എവിടെ ഇരിക്കുന്ന വഴി? അത് ഈ വഴിയൊന്നുമല്ല. ഇവിടെ ഗണപതി ഉണ്ടായിരുന്നു കൈ. ഇവിടെ ആയിരുന്നു ഗണപതി ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. നമ്മൾ വന്ന വഴി തിരിച്ചു പോവാണ്. ഇതാണ് ഞങ്ങളുടെ ബാംഗ്ലൂരിൻ്റെ ഇവിടുത്തെ നൈറ്റ് വ്യൂ. കുറേ നാളായില്ലേ ഞങ്ങളുടെ വീഡിയോക്കകത്ത് ഇവിടുത്തെ രാത്രിയിലത്തെ കാഴ്ച കണ്ടിട്ട്. ഇന്നത്തെ രാത്രി കാഴ്ചയെല്ലാം കിട്ടില്ല. നല്ല ട്രാഫിക്കും ഫുള്ള് ലൈറ്റ്. ഞാൻ വന്ന വഴി മഴയായിരുന്നടി. നല്ല കാറ്റടിക്കുന്നുണ്ടല്ലോ, പെയ്യും അതേമേ. എൻ്റെ ഉണ്ട്, എനിക്ക് മാത്രം റെയിൻകോട്ട് ഇരിപ്പുണ്ട് കൈ. ചക്കപ്പഴം എടുത്തില്ലല്ലേ? അത് ഈ വണ്ടിയിലൊക്കെ വെള്ളം വരും. അവിടെ എല്ലാം കുറേ കേക്കിൻ്റെ കട, പിസയുടെ കട, ചിക്കൻ്റെ കട, മോമോ കട. മോമോസും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് വാ മോമോസ്.
ആ എന്നാ പിന്നെ ഇവിടെ വന്ന് കഴിച്ചാൽ മതിയല്ലോ. ആ ഇതാകുമ്പോ നമുക്ക് കടക്കകത്ത് കയറി ഇരുന്ന് കഴിക്കാനല്ലേ. കണ്ടോ സമൂസും ചക്കുപ്പിയും കണ്ടോ അതായിട്ടിരിക്കുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ. ഓ ആ സൈക്കിളിനോട് പോയാൽ പോക്കണ്ടോടി. സിഗ്നൽ ഓൺ ആയാലും എല്ലാവരും അവൻ പോവാണോ? നമ്മൾ ശശിയായിട്ട് ഇവിടെ നിൽക്കുവാൻ തോന്നുന്നുണ്ട്. ഭയങ്കര സിഗ്നലാണല്ലോ. മാറുന്നില്ലല്ലോ അടുത്ത്. ഏ അവിടെ ഓഫായി, ഇവിടെ ഓണാണ് തോന്നുന്നു. ഓ ഇവിടെ ഒരു കാറുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഗ്രില്ലടിക്കുന്നേ. അയ്യോ ആ കാറൊക്കെ കൊണ്ടുപോകാൻ തോന്നുന്നു ഫുഡിന്റെ. കോളിഫ്ലവർ വറക്കുന്ന മണം വരുന്നല്ലേ അല്ലേ? നല്ല മണം കഴിക്കും. നമുക്ക് നേരെ നമ്മുടെ ഫാക്ടറിയിൽ പോയിട്ട് ചപ്പുപ്പിക്ക് ഉടുപ്പുണ്ടോ എന്ന് ചോദിക്കാം. അവിടെ ഉടുപ്പില്ലെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് പൂ മേടിച്ചോണ്ടിരിക്കാം. നമുക്ക് അവിടുന്ന് എല്ലാ കളറും കുറേശ്ശെ പൂ മേടിച്ച് നമുക്ക് നാളെ അത്തപ്പൂ ഇടണം. യെല്ലോ കളറോ? ഓ ഇതേ ഫാക്ടറി. നമുക്ക് ഫാക്ടറിയിലോട്ട് പോയി കയറാൻ കഴിയും. ഇതാണ് ഫാക്ടറി. പുതിയൊരു ഫാക്ടറി ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കാം. ഇല്ലെങ്കിൽ നീ തുടക്കറ്റി വെക്കോ. അത് ഇത് വെച്ചു. ഓ ഇത് വെച്ചോണ്ട് കാണാൻ പറ്റി വരും. ഇതാണ് ഫാക്ടറി. ഇതാണ് ഫാക്ടറി കേട്ടോ. അയ്യോ ഇല്ല ഗൈസ്. അയ്യോ ഷർട്ടില്ല ഗൈസ്. ഷർട്ട് കിട്ടിയില്ല ഗൈസ്. അവിടെ ഷർട്ടില്ലായിരുന്നു. രണ്ടുപേരുന്നു ചമ്മി രണ്ടുപേര്. ചക്കുവിന്റെ സ്കൂളുകാര് ഇപ്പോഴാണ് മെസ്സേജ് വിട്ടത്. അതിന് നാളെ അവിടെ ഓണപ്പരിപാടിയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങി ഇവിടെ വന്നില്ലേ. നീ ഇവിടുന്ന് വീണ്ടും യൂട്ടേൺ എടുത്ത് കുറേ പോകണോടി. നമുക്ക് അവിടെ അങ്ങ് തീർത്തിട്ട് പോകാല്ലേ. ഇവിടെ ചോദിച്ചിട്ട് പോവാം. ആ പുറയിലൊരു വേറൊരു കടയുണ്ട് കേട്ടോ. ഫസ്റ്റ് ബേബി. മറ്റേത് ഫസ്റ്റ് ഫ്രൈയെ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഫസ്റ്റ് ബേബി ഉണ്ട്. ഫസ്റ്റ് ബേബി ഫസ്റ്റ് ഫ്രൈ കിടക്കും. നമുക്കപ്പം അവിടെ പോയിട്ട് ചക്കുവിന് ഉടുപ്പുണ്ടെന്ന് വീണ്ടും ചോദിക്കാം. ചോദിച്ചിട്ട് അപ്പുറത്തൊരു പൂക്കടയുണ്ട്. പൂക്കട കയറി പൂവും വെച്ചിട്ട് നേരെ അത് പോയേക്കാം. എന്തൊരു കട? ഓ ഇതിനകത്ത് തുണിയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു മുണ്ടുണ്ട് കേട്ടോ. ഓ സൈഡില്ലേ. ചക്കുവിന്റെ സൈസിലുള്ള ഒരു ഓറഞ്ച് ഷർട്ടും മുണ്ടും ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ
ഇല്ല ये बाहर रखा है ना, ये 2 T-शर्ट ऐसे ग्रीन कलर और ग्रीन कलर में नहीं है वाइट वाला शर्ट है ये से वाइट वाला है ये से वाइट वाला शर्ट है कलर रखा है ना, ये ऐसे शर्ट होता है क्या, ऐसे वाला शर्ट शर्ट नहीं അങ്ങനെ വീണ്ടും നമ്മൾ ശശിയെ പോയി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പടിയിറങ്ങി അടുത്ത കടയിലോട്ട് പോവാം. ഇനിയിപ്പോൾ തുണിക്കടയില്ല. ഏത് ഇടത്തോട്ടുള്ളതല്ലേ? അവര് കട അടയ്ക്കാൻ പോകുന്നത് അവിടെ എല്ലാം വാരിപ്പറക്കി പോകുന്നത്. കേറ് നമ്മൾ ചെന്ന് ചോദിച്ചപ്പോഴും അവരോട് തകർത്ത് പോകുന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വരുമെന്ന് ഓർത്തിട്ട് വേണം. ചോദിക്കണോ? മറ്റേ ഫാസ്റ്റ് റൈഡ് അപ്പൊ കാണത്തില്ലല്ലോ. ഈ അമ്മച്ചിയുടെ അടുത്ത് മേടിക്കാനോ? നമുക്ക് ഈ അമ്മച്ചിയുടെ കടയിൽ നിന്ന് കുറേ പൂ മേടിച്ചിട്ടുണ്ട്. പുറകിലുണ്ട്, ഇവിടെ ഉണ്ട്, രണ്ടും അമ്മച്ചിയുടെ തന്നെ. എല്ലാ കളറും മേടിക്കാം. ഏതാ അറിയത്തില്ലല്ലോ, നോക്കിയില്ല. ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു അത്തപ്പൂ നോക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു അത്തപ്പൂ നോക്കട്ടെ. മേടിക്കാനോ നിക്കണം? ഓ, ആ കട ഈ കട അമ്മച്ചിട്ട് കേട്ടോ. മഞ്ഞപ്പൂ 50 ഗ്രാം സ്കൂളിൽ കൊടുക്കാൻ വേണം. ഇത് മതി, ഇത്ര മതിയോ? 50 ഗ്രാം യെല്ലോ കളർ പൂ സ്കൂളിൽ കൊടുക്കാൻ വേണം. ഏത് കളർ വേണ്ടേ? അത് വേണോ ഇത് വേണോ? ഇല്ല ഫ്രിഡ്ജ് ഏത് വേണ്ട, പുറത്തിട്ടെങ്കിൽ മതി. ഇവിടെയാണ് കവറിൽ ഇട്ടിട്ട് പോകുന്നത്. വണ്ടി അങ്ങനെ നമ്മള് പൂവെല്ലാം മേടിച്ചു. ഇവിടെ ഉണ്ടോ വാഴയില? 4. അത് മതിയോ? ആ, ഈ സൈഡിലല്ലേ? രാവിലെ കിട്ടും. ശരി, എന്നാ ബാബാ കള്ള കളിക്കല്ലേ, കയറിക്കേ. ഈ ലൈറ്റെല്ലാം ഇവിടെ കാണുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് തോന്നുന്നു ആൾക്കാർ. അയ്യോ, 2:00 വിശക്കുന്നു. എനിക്കും വിശക്കുന്നേ. ഇവിടുത്തെ ലൈറ്റൊക്കെ ഉണ്ട്. ഓ, കുറേ ഓടിച്ചോട് കഴിക്കാൻ തകർക്കും. ആണോ? നാട്ടിലെ ഉത്സവത്തിന് പോയ അവസ്ഥ അല്ലേ? ആര് പറഞ്ഞു? അതുകൊണ്ടോ ഫുള്ള് 3 പേര് പിങ്ക്. ആ, മൂന്ന് പേർക്ക് ഒരേ ഉടുപ്പാണല്ലോ. ഞാൻ തപ്പിട്ട് കിട്ടിയില്ലല്ലോ. ആ,
ഓരോ വേട്ടാവളിയന്മാർ വെറുതെ വണ്ടി നോക്കാതെ ഇറങ്ങിക്കോളൂ. അവര് കഥാമഹൽ തിന്നാൻ പോയതാണ്. നമുക്ക് ഏതൊരു പൂക്കട കയറിയെന്ന് ചോദിച്ചാൽ ചുമ്മാ വില. അമ്മച്ചി നമ്മളെ പറ്റിച്ചാണോ എന്നറിയായിരുന്നു. 1 കിലോ വണ്ടിയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ ഉള്ളവർക്കൊന്നും വെളിവില്ലെന്നാ തോന്നുന്നത്. നോക്കട്ടെ, എടുക്കാം. लड़के का 5 साल के लिए तो ये आएगा कुर्ता पजामा आएगा। नहीं लटका लटका लड़के के लिए ना, लड़के के लिए तो ये कुर्ता पजामा आएगा, क्रीम कलर कुर्ता पजामा। हाँ, क्रीम कलर में ओणम के लिए ना। हाँ, ये कितना है? ये तो आपको कितना पड़ रहा है? 5 ईयर है ना अभी। हाँ, तुम कैलकुलेटर दे दो कपड़ा को नहीं। ये सर आपको 740 पड़ रहा है ये वाला। इसमें पैंट भी ये वाला भी पैंट साथ में आएगा। अच्छी क्वालिटी का पैंट आएगा, लोकल का नहीं, प्रीमियम क्वालिटी है। और ये कॉटन क्वालिटी देख लीजिए आप, एकदम प्रीमियम क्वालिटी का। അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാം. ഗണപതി ഒന്നും കണ്ടില്ല, വീട്ടിൽ പോയില്ല. ഇത് ഭയങ്കര തണുപ്പാണ്. തുണിക്കകത്തൊക്കെ ഇടുക. സ്കൂളിലെ കൊച്ചല്ലോ, ബ്യൂട്ടിഫുള്ളിലെ പുള്ളിക്കാരിക്കും. റോഡിൽ കൂടെ പോയി. എന്തുവാ ഞങ്ങളെ തള്ളി വിടും. ഈ പൂവിനകത്തോട്ട് കൈ മാറ്റിയാക്കാം. ഞാൻ പഴം ഇവിടെ നോടിക്കാം. അതെല്ലാവരും വേണ്ടി മഞ്ഞ പഴമാണ്. ഞങ്ങൾ പൂ മേടിച്ചു. ആ, ചക്കങ്ങനെ കണ്ടോ? അയ്യോ, ചക്കപ്പിനെ എടുക്കണോണ്ട് കഴിച്ചു. അവിടെ ചക്കപ്പിന് ഉറക്കം വരുന്നു കഴിച്ചു. അമ്മൂത്ത് കയറിപ്പോ ചക്കുപ്പി ഉറങ്ങിപ്പോയേ. പിന്നെ ഞാൻ വന്നപ്പോ ആഹാ, ഇവനൊരു ഓർമ്മയില്ലടി അമ്മു. ആ, 3:30 ഉറങ്ങിയാൽ മതി. അമ്മൂസ് കണ്ടി കയറിപ്പോ പൂ മേടിച്ചോട്ടാ. അയ്യോ, ഉടുപ്പിന്റെ കൂട്ടി എനിക്കൊരു പെൻസിൽ കിട്ടി. ആ, ഉടുപ്പിന്റെ ഒരു പെൻസിൽ അടി കഴിച്ചു. 10 മണിയായി ഗൈസ്. സ്കൂളുകാർ വൈകുന്നേരമായപ്പോ മെസ്സേജ് ഇട്ടിപ്പോ നാളെ ആണെങ്കിൽ ഓഫ് വൈറ്റോ ക്രീമോ ഉടുപ്പ് ഇടിപ്പിച്ചു വിടാം. അത് ഇവന് ഇല്ലായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലുലു പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു. അന്നേരം മേടിച്ചില്ല, അന്നേരം അങ്ങ് മേടിച്ചടിയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളർ പോലെ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇട്ട് രാവിലെ കല്യാണക്കാരനോട് നാളെ പോവാം. അങ്ങനെ പെൻസിൽ റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്ക് നല്ലൊരു വീഡിയോ ഇട്ട് പിന്നെ കാണാം. ബൈ ബൈ.